അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് വീണ്ടും ചോദിക്കാം, പറ, എന്റെ ബ്രോ എവിടെ? എന്റെ ബ്രോ എവിടെ? കൊന്നോ എന്റെ ബ്രോയെ? അരവിന്ദ്, അരവിന്ദ്, നീ സംസാരിക്കുന്നത് നിന്റെ അമ്മയോടാണെന്ന കാര്യം ഓർമ്മ വേണം. ഇനി ഒരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വീണാൽ നന്ദന വിളിച്ചോണ്ട് പോവാനെ. പോകാൻ. അരവിന്ദ്, ചേച്ചി, ആ അരവിന്ദ് വിലാസിനെ അകത്തു പോകാൻ. അഖില, ആനന്ദ് എവിടെ? കൃഷ്ണ, പകുതിയെങ്കിലും എനിക്ക് അവകാശപ്പെട്ടതാ എന്റെ മകൻ. അവന്റെ മിസ്സിങ്ങിന് പിന്നിൽ നീ ആയിരിക്കുമെന്ന് അരവിന്ദ് സംശയിച്ചാൽ അവനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം വെറുതെയാണെങ്കിലും നീ എന്നോട് പറഞ്ഞതാ, കുടുംബത്തിന്റെ അഭിമാനമാ വലുത്. അതിന് സ്വന്തം മകനെ കൊല്ലേണ്ടി വന്നാലും നീ തയ്യാറാകുമെന്ന്. നീ പറഞ്ഞതുപോലെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഒളിച്ചോടിപ്പോവുകയോ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യുന്നവനല്ല എന്റെ മകൻ. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് എന്റെ മകനെ വേണം. ഞാൻ അവനെ അന്വേഷിച്ചു തുടങ്ങിയേ. എന്റെ അന്വേഷണം വന്നു നിൽക്കുന്നത് നിന്റെ അരികിലേക്കാവരുത്. അങ്ങനെയായാൽ ഞാനൊരച്ഛൻ മാത്രമായിട്ട് മാറിയെന്ന് വരും. ആറ്റിങ്ങൽ മഹേഷ് ദാരുണമായി തലയ്ക്കടിയേറ്റു മരിച്ചു. എന്തൊക്കെ ടൈപ്പ് മരണമാണെന്ന് നോക്കണേ. പോത്തിടിച്ചു മരിച്ചു. അയ്യോ പാവം പോത്ത്. ഇനി എന്തുവാ? ഇത് വിചിത്രമായിരിക്കുന്നല്ലോടി. നീ പത്രമൊക്കെ വായിച്ചു തുടങ്ങിയോ? ആഗോള വാർത്തയൊന്നും വായിക്കാൻ എടുത്തല്ല ആന്റി. ഇന്നലെ മുതൽ ആനന്ദേട്ടനെ കാണാനില്ല. വല്ല അജ്ഞാത മൃതദേഹവും ഉണ്ടോന്നറിയാൻ വേണ്ടി ചരമകുളത്തിലൊന്ന് പരതി നോക്കിയതാ ഞാൻ. അത്ര പെട്ടെന്നൊന്നും വരുന്നതല്ലടി
അജ്ഞാത മൃതദേഹ വാർത്തകൾ. ഏതായാലും ആ സാധ്യതയും നീ തള്ളിക്കളയണ്ട. ആ. തൃച്ചംബരം ഒരു സൈഡിൽ നിന്ന് കത്തി തുടങ്ങി. അയ്യോ ആന്റി, ഇതാണോ ആന്റി സ്ലോ മോഷൻ എന്ന് പറയുന്നത്? ഫയർഫോഴ്സിന്റെ നമ്പർ എത്രയാ? 004 വാ. എന്റെ കൈ വിടടി. എന്റെ അമ്മോ, ഞാൻ ആലങ്കാരികമായി പറഞ്ഞു പോയതാ. അയ്യോ ആന്റി വരുന്നുണ്ടോ? അലങ്കാരമായാലും ആഘോഷമായാലും തീ തന്നെയാ. വിട്. എന്റെ അമ്മോ, എടി ഇവിടെ തീയും പുകയൊന്നും ഇല്ല. എന്റെ ദൈവമേ, തൃച്ചംബരം തകരാൻ പോകുന്നു പറഞ്ഞതാ. അതാണല്ലേ. ഇത് ഞാൻ ആന്റിയെ കണ്ട നാൾ മുതൽ കേൾക്കുന്നതാ. ആ, ആന്റി പറഞ്ഞത് ഒരു കാര്യം സത്യവാ. സംഗതികളൊക്കെ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോ ആനന്ദേട്ടൻ ആരോ കൊന്നത് തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യത്തിനും കൂടി ഉത്തരം കിട്ടണല്ലോ ആന്റി. കൊന്നതാരാ? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. നിനക്കാരേലും സംശയമുണ്ടോ? ആന്റി, ഓപ്ഷൻ 1 പ്രിയങ്ക, ഓപ്ഷൻ 2 ഗംഗ, ഓപ്ഷൻ 3 ഗിരിരാജവർമ്മ, ഓപ്ഷൻ 4 തൃച്ചംബരത്തെ വിലാസിനി. വേണമെങ്കിൽ 2 ഓപ്ഷൻ കുറയ്ക്കാം. 1 തൃച്ചംബരത്തെ വിലാസിനി, 2 നാഗമഠത്തെ പ്രിയങ്ക. നാഗമഠത്തെ പ്രിയങ്കയേക്കാൾ വിഷമുള്ള ഇനമാണ് നാഗമഠത്തെ ഗംഗ. ഞാൻ പറഞ്ഞത് ശരിയാണോ ആന്റി? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്താ മോരും മുതിരയും പോലും ഉണ്ടല്ലോ. ഒരാള് മദ്യസേവയിലും മറ്റൊരാള് ഈശ്വര സേവയിലും. എന്താ പ്രിയങ്ക ഇതൊക്കെ? ആന്റി, രണ്ടും ഒരു ലഹരിയാ. ഉന്മാദം തന്നെയാ രണ്ടിന്റെയും അന്ത്യം. ആന്റി ക്രിക്കറ്റ് കളി കാണാറുണ്ട്? അവസാനത്തെ 1-2 പന്തിൽ ജയപരാജയങ്ങൾ മാറി മറിയുന്ന ക്രിക്കറ്റ് കളി അതുപോലെ ആയിരുന്നു ഇന്ന് കച്ചവടത്തിന്റെ ഷുവർട്ടിയുടെ കാര്യത്തിൽ അമ്മയും മകനും തമ്മിലുള്ള പ്രകടനവും. വാത്സല്യ പെരുമഴയായി തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും കൊടപിടിച്ച മകൻ ആനന്ദകൃഷ്ണനും. ആര് ജയിച്ചാലും പ്രിയങ്കയ്ക്ക് വിജയം. ചില നിമിഷങ്ങളിൽ ഇരുവരും ജയിച്ചു പോയാലോ എന്നുള്ള ഭയവും ഉണ്ട്. എത്ര കോടികൾക്കാണെങ്കിലും മകന് ഷുവർട്ടി നൽകാൻ സമ്മതിച്ച് ഡോക്യുമെന്റ്സിൽ ഒപ്പിടുന്ന അമ്മ.
അമ്മയുടെ ഒരു ഔദാര്യവും ആവശ്യമില്ലാന്നും പറഞ്ഞ് ഡോക്യുമെന്റ്സ് കേറി എറിയുന്ന മകൻ. എന്ത് മനോഹരമായ ദൃശ്യം. പ്രിയങ്കേ, നീ പറഞ്ഞതൊക്കെ കേട്ടപ്പോ അഖില സർവവും മറന്ന് ആ അടുക്കളക്കാരിയെ മരുമകളായി തൃച്ചംബരത്തേക്ക് ആനയിച്ച് കേറ്റുമെന്ന് ഞാനും ഒന്ന് ഭയന്നു. എന്താ ഗംഗ, മനസ്സിൽ ആഗ്രഹിച്ച കോളത്തിൽ തന്നെയാണോ ആ ചെമ്പകപ്പൂ വീണത്? അതെ, മനസ്സറിഞ്ഞ് തന്നെയാ ഈ ചെമ്പകപ്പൂ വീണത്. അല്ല, എന്തായിരുന്നു നീ ആഗ്രഹിച്ചത്? മരണം. മരണസൂചകമായതുകൊണ്ടാണ് ചുവന്ന ചെമ്പകപ്പൂവിട്ട് പ്രാർത്ഥിച്ചത്. മനസ്സിലായില്ല. മരിച്ചു മരവിച്ച കൈവിരലിലെങ്കിലും മംഗല്യമോതിരം ചാർത്തണം എനിക്ക്. അവൻ ആനന്ദ് കൃഷ്ണൻ. അവന്റെ മരണവും എന്റെ മാല ചാർത്തലും ഒരുമിച്ച് നടത്തും ഞാൻ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവനെ എന്റെ താവളത്തിൽ എത്തിക്കും ഞാൻ. പ്രിയങ്കേ, ഗംഗയുടെ വാക്കുകളും അവളിലെ മാറ്റവും എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. പടവെട്ടുന്നവന്റെ ഈ ലോകം ഭയന്നോടുന്നവന്റേതല്ല. അമ്മയുടെ ഔദാര്യത്തിന്റെ മേൽ മകൻ കാർത്തിച്ചു തുപ്പിയ കഥ ശിവരാമകൃഷ്ണൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആന്റി അതൊന്ന് അറിയിച്ചേക്ക്. ശരി, എന്നാ ശരി. ആന്റി, ആന്റി, നീ എന്താണ് പേടിപ്പിച്ച് കളഞ്ഞല്ലോ മനുഷ്യനെ. എന്താ ആന്റി, കൊന്നത് ആരാണെന്ന് വല്ല ഊഹവും കിട്ടിയോ? നീ പറഞ്ഞ പോലെ ആനന്ദിന്റെ കൊലയാളി ഗംഗയാകാനാണ് പ്രഥമ സാധ്യത. പ്രിയങ്കയേക്കാൾ ആനന്ദിനോട് പ്രതികാരം കൂടുതലുള്ളത് ഗംഗയ്ക്ക്. അതെ, അവക്ക് പ്രതികാരം തോന്നാതിരിക്കോ? അപ്പോഴും ഒരു സംശയം ആന്റി, അവളായിരുന്നെങ്കിൽ അവൾ ആദ്യം കൊല്ലേണ്ടിരുന്നത് കല്യാണിയായിരുന്നു. അതാണ് നിനക്കറിയാത്തത്. അവളെ കൊന്നുകഴിഞ്ഞാൽ അതോടെ എല്ലാം തീർന്നില്ലേ? അവള് നരകിക്കുന്നത് കാണുന്നതാ പ്രതികാരം. ഭർത്താവ് നഷ്ടപ്പെട്ട കല്യാണിയുടെയും മകൻ നഷ്ടപ്പെട്ട അഖിലയുടെയും അലർച്ച കേട്ട് ഉറങ്ങാനാവും അവൾ അങ്ങനെ ചെയ്തത്. ആന്റി, കൊലയും കണ്ണുനീരൊക്കെ കാണുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷെ പോലീസ് വരും, അന്വേഷണവും ഉണ്ടാവും. പോലീസല്ല ആദ്യം ഓടിക്കേറി വരുന്നത്, പോലീസ് നായായിരിക്കും. ദൈവമേ, നാക്ക് നീട്ടിയുള്ള അതിന്റെ വരവ് കാണുമ്പോ തന്നെ നമ്മുടെ സകല ജീവനും അങ്ങ് പോവും. അതിന് നീയോ ഞാനോ പേടിക്കുന്ന എന്തിന്? നമ്മളാരെയും കൊന്നിട്ടില്ലല്ലോ. കൊന്നിട്ടില്ല, പക്ഷെ ഏത് പെരുന്നാൾ വന്നാലും കോഴിക്ക് കിടക്കപ്പുറതി ഇല്ലാന്ന് പറയുന്ന പോലെ തൃച്ചംബരത്ത് പോലീസ് വന്നാ ആദ്യം ചോദ്യം ചെയ്യുന്നത് വിലാസിനി ആന്റി ആയിരിക്കും.
അതെന്തിനാ? ആ, അങ്ങനെയാണ് ചിലരുടെ മുഖം കാണുമ്പോ പോലീസിന് അതുവരെ ഇല്ലാത്ത സംശയം തോന്നും. എടീ, ആന്റി കരുതിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. പോലീസ് ചോദ്യം ചെയ്യും. അപ്പൊ നമുക്ക് സംശയമുള്ളവരുടെ പേരങ്ങ് പറഞ്ഞു കൊടുക്കണം. നിന്നോട് ചോദിച്ച നീ ആരുടെ പേരായിരിക്കും പറയാ? വിലാസിനിയുടെ പേര് ഞാൻ പറയില്ല. ഞാൻ ദേ ഈ വീടിന്റെ ഗേറ്റ് കടന്ന് റോഡിന്റെ ഇടതുവശത്തുള്ള വീടുകളിലുള്ള എല്ലാ ആൾക്കാരുടെ പേരും ഞാൻ പറയും. ആന്റി ദേ ആ റോഡിന്റെ വലതുവശത്ത് നോക്കി തുടങ്ങിയാ മതി. ആന്റി പറയുന്നില്ലെങ്കിൽ പറയണ്ട. ഞാൻ എന്തായാലും പറയാൻ തീരുമാനിച്ചു. നീ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പോവോ? ആന്റി ഒന്ന് പോയേ. ഞാൻ റോഡിന്റെ ഇടതുവശത്തുള്ള ആൾക്കാരുടെ പേരൊക്കെ ഒന്ന് നോക്കി വെക്കട്ടെ. സമയത്ത് കിടന്ന് ബബ അടിച്ചാലൊന്നും ഒരു കാര്യമില്ല. അല്ല പിന്നെ. അപ്പൊ ഇടത് സൈഡ് ആദ്യത്തെ വീട്ടില് പേരെന്താ? ആദികേശവനോ? രാജേഷ്. അവൻ എനിക്ക് ചിക്കൻ കറി വെച്ചിട്ട് തന്നില്ല. അവന്റെ പേര് പറയും. പിന്നെ വേലുണ്ണൻ. വേലുണ്ണൻ വേണ്ട, വിട്ടേക്കാം. പ്രിയപ്പെട്ട അച്ഛനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഫോണിൽ വിളിച്ചിരുന്നു. അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ടാ അച്ഛാ ഇപ്പോൾ ഇങ്ങനൊരു കത്തെഴുതുന്നേ. കൊറിയറിൽ അയച്ചാൽ നാളെ തന്നെ കിട്ടുമെന്ന് എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. അച്ഛൻ ഞങ്ങളെ മറന്നിട്ടുണ്ടാവുമല്ലേ? ഇന്നലെ രാത്രി മുതൽ വല്ലുവിനെ കാണാനില്ല അച്ഛാ. എവിടെയാണെന്നറിയില്ല. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. ചേച്ചി ആകപ്പെടെ സങ്കടപ്പെട്ടിരിക്കുക. അച്ഛൻ ഉടനെ വരണം. അച്ഛനില്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല അച്ഛാ. ഞാനിപ്പോ ഈ കത്തെഴുതുന്ന ചേച്ചി അറിയാതെ. രാവിലെ 11 മണിക്ക് കൊറിയർ പോവും. അതിനു മുമ്പ് എനിക്ക് പോസ്റ്റ് ചെയ്യണം. ഈ കത്ത് കിട്ടിയാൽ ഉടൻ അച്ഛൻ വരുമെന്ന പ്രതീക്ഷയിൽ അച്ഛൻ്റെ പ്രിയപ്പെട്ട അനിയൻകുട്ടൻ. എന്താ അരവിന്ദ്, എന്ത് ചെയ്യണോന്ന് അറിയാത്തൊരാലോചന? കഴിഞ്ഞു പോയതിനെ കുറിച്ചോ അതോ വരാനിരിക്കുന്നതിനെ കുറിച്ചോ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ബ്രോയെ കാണാത്തതുകൊണ്ടാണോ അതോ വാക്കുകൾ കൊണ്ട് അമ്മയുടെ മനസ്സ് കീറി മുറിച്ചതുകൊണ്ടോ? മനസ്സൊന്ന് ശാന്തമാക്കാൻ എന്ത് വേണം അരവിന്ദ്? മദ്യം വേണോ? ഇത്ര വലിയ ലഹരി ഉള്ളിലേക്ക് ചെന്ന് എല്ലാം മറക്കാൻ തലച്ചോറിനെ തളർത്തിയാലും ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച വേദനകൾ വിട്ടുമാറില്ല അരവിന്ദ്. അതെ, അത് അമ്മയാ. ആഴമളക്കാൻ പറ്റാത്ത സ്നേഹത്തിന്റെ കടൽ. ആ അമ്മയോട് അരവിന്ദ് അങ്ങനെ സംസാരിച്ചത് അതൊരിക്കലും പാടില്ലായിരുന്നു. അമ്മ ജീവിച്ചിരിക്കുന്ന കാലം എല്ലാവർക്കും പുണ്യം തന്നെയാ. അമ്മ ഇല്ലാതായി കഴിയുമ്പോഴാണ് പലരും അമ്മമാരുടെ വില മനസ്സിലാക്കുന്നത്. അതൊരു തണല, അമ്മ എന്ന വൻമരം ഒരുക്കുന്ന തണൽ. അത് നഷ്ടപ്പെട്ട വെയിലിന്റെ പൊള്ളലറിയും.
അനുഭവങ്ങൾ തീരെ കുറവായിരിക്കും. ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് അനവധി അമ്മമാർ ഇറങ്ങി മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ഏതൊരു എഴുത്തുകാരനും അവരവരുടെ അമ്മമാരെ ദേവിയായിട്ടും മാതാവായിട്ടും മാത്രമേ ചിത്രീകരിച്ചിട്ടുള്ളൂ. അമ്മ എന്ന് പറഞ്ഞ ഭൂമിയാണ്, സ്നേഹം വിളയുന്ന ഭൂമി. ആ അമ്മയോട് അരവിന്ദ് അങ്ങനെ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല. ഞാൻ അതിലൊരു എക്സ്ക്യൂസും ഇല്ല അരവിന്ദ്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അവരുടെ ഹൃദയത്തിലിട്ട് വളർത്തിയ മകൻ ആനന്ദ്. ആ മകനെ അമ്മ കൊന്നു എന്ന് അരവിന്ദ് ചോദിച്ചപ്പോ ഞാൻ തകർന്നുപോയി. എന്റെ ഹൃദയം അത്ര വേദനിച്ചുവെങ്കിൽ ആ അമ്മയുടെ ഹൃദയം ജീവശ്വാസം കിട്ടാതെ അല്പം നേരമെങ്കിലും പിടഞ്ഞിട്ടുണ്ടാവും.